ഈ മെഡിക്കൽ ഹെഡ് നേഴ്സ് ബിഷീന്ന് മരിക്കാൻ കാരണം എന്തായിരുന്നു ഈ ആത്മഹത്യയല്ലേ? അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ മനോവിഷമമാണ്. മാനസിക നിലയിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ ജോലി ചെയ്ത മെഡിക്കൽ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നു പറയുന്നുണ്ടോ? അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചത് അദ്ദേഹത്തിന് ജോലി സംബന്ധമായിട്ടുള്ള സ്ഥാപനത്തിൽ വന്ന വിഷയങ്ങൾ തന്നെയാണ് എന്നതാണ് 90% നമുക്കറിയാൻ സാധിച്ചത്. എന്തായിരുന്നു അടുത്ത വിഷയങ്ങൾ അറിയാം? വ്യക്തമായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് ഓൾറെഡി അവിടുത്തെ നേഴ്സാണ്. അവർ പറയുന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. എന്നിരുന്നാൽ കൂടി അവിടെ യൂണിയൻ സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വിജയ യൂണിയൻ്റെ പ്രവർത്തകനാണ്. അതോടൊപ്പം തന്നെ എതിർ യൂണിയൻ്റെ ഭാഗത്ത് നിന്നൊക്കെ ഒരു മാസം മുന്നേ ഒരു അനധികൃതമായിട്ടുള്ള ഒരു വ്യാജ റിപ്പോർട്ട് നൽകിയത്. അത് പേര് സഹിതമായാണ് നൽകിയത്. നിയമപരമായിട്ട് നമുക്കറിയാം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കണ്ണാശുപത്രിയിൽ നിന്ന് ട്രാൻസ്ഫർ മേടിച്ച് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അതിലൊക്കെ ഒരു അമർഷം സഹപ്രവർത്തന ഭാഗത്തു വിൽക്കുന്ന യൂണിയൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായി എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ നാട്ടിൽ നിന്നാണ് പൊതുവെ നാട്ടുകാരായിട്ട് സഹകരണമായിട്ടുണ്ടായിരുന്നു. ഏറ്റവും സഹകരണമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. കാരണം നമുക്കറിയാം അപകടങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ എത്തപ്പെടുന്നത് മെഡിക്കൽ കോളേജിലേക്കാണ്. നമ്മളെ നാട്ടിൽ തന്നെ എന്ത് സംഭവിച്ചാലും, ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാലും വേറെ എന്ത് സംഭവിച്ചാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് ബിജുവിനെ. വളരെ ഉൾക്കൊണ്ട് തന്നെ അത് ചെയ്ത് അതിനുശേഷം നമ്മളെ വിളിച്ചു പറയും അദ്ദേഹത്തിന് ക്ലാസ് എല്ലാ തരത്തിലും സഹായിയാണ്. അതുപോലെ തന്നെ നാട്ടിൽ നമ്മുടെ സ്വഭാവമാണ്. അവർ രണ്ടുപേരും നേഴ്സാണ്, കുട്ടികൾ പഠിക്കുന്നു. കിട്ടുന്ന സമയത്ത് അദ്ദേഹം കൃഷി ചെയ്യുന്നത്, അദ്ദേഹത്തെ വീട് നോക്കുമ്പോൾ അറിയാം, ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടിൻ്റെ സൈഡുകളിൽ വെച്ചിട്ടുള്ള മലക്കറികൾ. നമുക്ക് തന്നെ നമുക്ക് വാർഡ് മെമ്പറിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ അദ്ദേഹം വീട്ടിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളുടെ ഫോട്ടോസ് വരെ അദ്ദേഹം ഇടാറുണ്ട്. അപ്പോൾ അത്രത്തോളം അദ്ദേഹം വിശ്രമരഹിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. 15-ാം തീയതി ഡ്യൂട്ടിക്ക് പോകുന്ന വേണ്ടിയിട്ട് ഭാര്യയും ഭർത്താവുമായിട്ട് പോകുന്ന സമയത്ത് പോത്തീസിൻ്റെ ഭാഗത്ത് റോഡിൻ്റെ പണി നടക്കുകയാണ്. അപ്പം വൈഫിനെ അവിടെ ഇറക്കിയിട്ട് അദ്ദേഹം ഫോൺ കൊടുത്തിട്ട് വണ്ടി ഓട്ടിച്ച് പോവുകയാണ് ഉണ്ടായത്. അതാണ് വൈഫ് പറഞ്ഞ രീതിയിൽ അവസാനമായിട്ട് ഭർത്താവിനെ കണ്ടത്. എനിക്ക് തോന്നുന്നു ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ച് പോയതായിരിക്കും. അദ്ദേഹം മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ സപ്പോസ് ഇവിടെ എവിടെയെങ്കിലാണ് അല്ലെങ്കിൽ ആത്മഹത്യ റൂമെടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കില്ല. കാരണം ആൾക്കാർ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കും എന്നൊക്കെ കൊണ്ട് ചിലപ്പോൾ ആയിരിക്കും അത്ര ദൂരം പോയാന്ന് തോന്നുന്നു. ഫോണും വൈഫിൻ്റെ ബാഗിലായി കരുതിക്കൂട്ട് ചെയ്തല്ലേ? അതെ, മരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം കരുതിക്കൂട്ടി. ഇനി ജീവിക്കണ്ട എന്നുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അപ്രകാരം തന്നെയായിരിക്കും അദ്ദേഹം അത് കരുതിക്കൂട്ടി തന്നെയാണ് ചെയ്തത്. ഇതിനെ കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ എത്തിക്കണം എന്നതാണല്ലേ അഭിപ്രായം? തീർച്ചയായിട്ടും ഉണ്ടാവണം. കാരണം ഒരു വ്യക്തി സാധാരണ രീതിയിൽ ഞാനടക്കം അല്ലെങ്കിൽ ഒരു വ്യക്തി മരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവും. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ദാമ്പത്യപരമായിട്ടുള്ള വിഷയമായിരിക്കാം, അല്ലെങ്കിൽ കുട്ടികൾപരമായിട്ടുള്ള വിഷയമായിരിക്കും, ഒന്നുകിലും അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള എന്തെങ്കിലും വിഷയമായിരിക്കും. ഇതൊന്നും തന്നെ ഇല്ലാത്ത രീതിയിൽ ഒരു വ്യക്തി അകാരണമായിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആരായിരുന്നാലും അവരെ നിയമത്തിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ ബിജുകുമാറിന് എന്തെങ്കിലും പീഡനം, ആശുപത്രി മാനസികമായ എന്തെങ്കിലും പീഡനം, ലക്ഷ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞത് ബിജു പറഞ്ഞിട്ടില്ല. ഭാര്യ കാണാതെ പോയ ദിവസം മുതൽ തിങ്കളാഴ്ച മുതലാണ് കാണാതായത്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് മാനസികമായിട്ട് ഒരുപാട് പീഡനം ആഫീസിൽ സഹിക്കാനോ അങ്ങളെ എനിക്ക് അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് എനിക്കറിയാൻ വയ്യ, ഞാൻ സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരനത് മനസ്സിലാക്കുന്നില്ല. പുള്ളി ഇപ്പോഴും ചിന്തയായിട്ട് നടക്കുകയാണ് എന്നിങ്ങനെയാണ് അത് പറഞ്ഞത്. അതിനുശേഷം 3 ദിവസമായിട്ടും വിവരമില്ലാത്തതുകൊണ്ട് നമ്മളെല്ലാവരും വിഷമിച്ച് 4 പേരും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിനായിട്ട് ബന്ധപ്പെട്ടു ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെയാണ് വൈകുന്നേരമാണ് അറിയുന്നത് കരുനാഗപ്പള്ളിയിൽ ലോഡ്ജിൽ ആത്മഹത്യ. നല്ല മനുഷ്യൻ, പെർഫെക്റ്റ്ലി ജെന്റിൽമാനാണ്. യാതൊരു കുറ്റവും അയാളെ പറയാനില്ല. മദ്യപാനിയല്ല, സിഗരറ്റ് വലിക്കില്ല, ആൾക്കാരുമായിട്ടൊന്നും ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊന്നും നാട്ടിലില്ല. ഓഫീസിലെ കാര്യം ഇരിക്കണം. ഇവിടെ വളരെ പെർഫെക്റ്റാണ്. അവരൊന്നുമില്ല.
ഭാര്യയും ഭർത്താവും നല്ല ഐക്യത്തോട് ജീവിക്കുകയാണ് പിള്ളേർ കണ്ടുപിള്ളേർ അതേ സംബന്ധിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഉള്ള ആളല്ല. ഉള്ള ശമ്പളം കൊണ്ട് രണ്ടുപേരും വീടുകളുണ്ട്, രണ്ടുപേർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. 2 പിള്ളേരുണ്ട്, ഒരാണും ഒരു പെണ്ണും. തൊട്ടടുത്താണ് ചേട്ടൻ വിൽക്കുന്നത്, അവസാനം പിന്നെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞുണ്ടോ? അവസാനം തലേദിവസം ഞാൻ കാണുന്നു. തലേദിവസം അത് വീട്ടിൽ അറിയിച്ച് ഞാൻ എൻ്റെ മകൻ വെക്കുമ്പോൾ ശരിക്കും വെള്ളം ഒഴിക്കാമെങ്കിൽ പുള്ളി നിൽപ്പുണ്ടാക്കി. എന്തും സംസാരിച്ചായിരുന്നു. ഞാൻ വലിയ കൃത്യമായിട്ട് കണ്ടിട്ട് അത് ഭയങ്കര ജോലി ചേർക്കേണ്ട മറുപടി എന്തും വിഷമം പുള്ളിക്കുണ്ടാക്കി തോന്നി? അതൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഫീലിംഗും പുള്ളിയെ കണ്ടിട്ട് തോന്നിയിട്ടില്ല. ഈ വിഷമം പുറത്താരെ അറിയിച്ചില്ല, നാട്ടിലെ ആരും അറിയിച്ചില്ല. അതാണ് സത്യം. ഒരു വിവരങ്ങളും ആരോടും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഉപദേശം കൊടുക്കുമായിരുന്നു, അങ്ങനെ പോകാം ഇങ്ങനെ പോകാം ഒക്കെ പറയാമായിരുന്നു. ഒരു വിഷമവും ഉള്ളതായിട്ടും പറഞ്ഞിട്ടില്ല. പുള്ളി നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടുകാർക്കും അറിഞ്ഞില്ല.